എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ടൈപ്പ് 3 മോഡലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു മോഡൽ ഇത്ര നേരം നമ്മൾ പറഞ്ഞു, ഒരു സംഖ്യ തന്നു, 3-4 സംഖ്യ തന്നു, അവസാന സംഖ്യ പൂരിപ്പിക്കാൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞേക്കുന്നു അങ്ങനെയല്ല. തൊട്ട് മുമ്പത്തെ സെറ്റിനകത്ത് നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല, തന്നിരിക്കുന്ന സീരീസിനകത്ത് തെറ്റ് ഏതാണോ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. അടുത്തൊരു സെക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണെങ്കിൽ അതെന്ത്, ഇതാണെങ്കിൽ അത് എന്ത്, അതാണ് ഇതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയണം 1 2 ആണെങ്കിൽ നോക്കണേ, ഇവിടെ നമ്മളൊരു 2 കുത്തിട്ടിട്ടുണ്ടെന്ന് നോക്കിയേ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ നമ്മളോട് PSC ചോദിക്കുന്ന ഒരു മോഡലാണ്. 1 2 ആണെങ്കിൽ, അങ്ങനെയെങ്കിൽ 2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 ആണെങ്കിൽ 2 എന്താണ്? ഇത് ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വേണമെങ്കിൽ എനിക്ക് 1ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 2 എന്ന് പറയാം. അപ്പോൾ 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 1ൻ്റെ ഇരട്ടിയാണ് 2, അപ്പോൾ 2ൻ്റെ ഇരട്ടി 4 വേണമെങ്കിലും നമുക്ക് ആൻസറായിട്ട് പറയാം. ഓക്കെയാണേ. ഇത് 1 2 ആണ്, അങ്ങനെയെങ്കിൽ 2 എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു മോഡൽ. ഓക്കെ, നമ്മുടെ ഈ ഒരു മോഡലിനകത്ത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. 2:8 എന്ന് പറയുന്നത് 2:8, അങ്ങനെയെങ്കിൽ 3:? എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ 2 8 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണെന്നറിയാം. 2ൻ്റെ ക്യൂബാണ് 8 അല്ലേ? 2ൻ്റെ ക്യൂബാണ് 8. അങ്ങനെയെങ്കിൽ 3ൻ്റെ ക്യൂബ് ഏതായിട്ട് എടുത്താൽ മതി? 27. അപ്പം 3ൻ്റെ ക്യൂബ് ഏതായിരുന്നു കണ്ടാൽ മതി? 27 നമ്മുടെ ആൻസർ. ഓക്കെയാണേ. 2ൻ്റെ ക്യൂബ് 8 ആണ്, 3ൻ്റെ ക്യൂബ് 27 ആയിട്ട് വരും. ഓക്കെ അല്ലേ? നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി 1-2 എക്സാമ്പിൾ നമുക്ക് പരിചയപ്പെടാം. 5:35. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളെ പെടുത്തി കളയാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചത്. 5:35 അതായിരുന്നെങ്കിൽ എന്നല്ല ചോദിച്ചിരുന്നത്. അടുത്തൊരു സെക്ഷൻ ഫുള്ളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? 5:35 ശരിയാണല്ലോ, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 7 × 5 35 കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് 7 × 5 35 കിട്ടിയാൽ അടുത്തത് ഏതായിരിക്കണം? 5 കഴിഞ്ഞാൽ നമുക്ക് 7 എടുക്കാം. 7 ഇത് 5 എന്ന് പറയുന്ന ഒറ്റസംഖ്യയാണ്, 7 ഒറ്റസംഖ്യയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. 7 × 9 63 എന്ന് എടുക്കാം. പക്ഷേ അങ്ങനെ ഒരു ആൻസർ എവിടെയെങ്കിലും ഉണ്ടോ? 7 × 77 ഉണ്ട്, 9 × 45 ഉണ്ട്, 11 × 45 ഉണ്ട്, 7 × 63 എന്ന് പറയുന്ന ഒരു ആൻസർ അവിടെ ഇല്ല. ഇനി അപ്പോൾ ഈ പാറ്റേൺ നമ്മുടെ ശരിയല്ലല്ലോ. 7 കഴിഞ്ഞാൽ, അതായത് 5 കഴിഞ്ഞാൽ അടുത്ത ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അതുമില്ല. ഇവിടെ ഓപ്ഷനകത്ത് നോക്കി 7 77, 9 45. കാരണം ഇത് കഴിഞ്ഞ അടുത്ത സംഖ്യയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 9 × 5 45. അപ്പോൾ 9 കഴിഞ്ഞ അടുത്ത് 11 99 വരണ്ടേ. അപ്പോൾ ഇത് നടക്കത്തില്ല. 11 45. 11 45 വരാൻ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 11 45 വരുമോ? അപ്പോൾ അതും വരികയില്ല. അപ്പോൾ അത് ക്യാൻസലാണ്. 3 28. 3 28 എന്ന് പറയുമ്പോഴത്തേക്കും 7 3 21, 3 8 24. അങ്ങനെ ഇതും ഒരു ചാൻസിലേക്ക് വരുന്നില്ല അല്ലേ? അപ്പോൾ അതുമല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ, ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഇതിനൊരു ലോജിക്ക് വേണ്ടേ? ആ ലോജിക്ക് എന്താ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്ഷൻ നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്തെടുത്തു. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. പ്രൈം നമ്പർ ആകുമ്പോൾ 1 2 3 5 7 9 11 13 15 വരെ നിൽക്കട്ടെ. 5 7 11. 5 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പറാണ് 7. അപ്പോൾ ഇവയുടെ ഗുണനഫലമാണ് എത്രയെന്ന് നമുക്ക് കിട്ടിയേക്കണം? 35. ഇനി അങ്ങനെയെങ്കിൽ 7 കഴിഞ്ഞ അടുത്ത ഗുണനസംഖ്യ ഏതാ? 11. 7 × പ്രൈം നമ്പർ, 7 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ 11. അപ്പോൾ 7 × 11 77. അപ്പോൾ നോക്കി ആ ലിങ്ക് കറക്റ്റായില്ലേ നോക്കി. ഇവിടെ ഓപ്ഷന് 7 × 11 77 ആയിട്ട് മാറി. 5 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പറാണ് 7, അതിൻ്റെ ഗുണനമാണ് 35. അങ്ങനെയെങ്കിൽ 7 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 11 11ൻ്റെ ഗുണനം 77. അപ്പോൾ 7 × 77 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. 7:77 ആയിരിക്കും ആൻസർ. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടെ പാടുള്ള മോഡൽ ഉണ്ടെന്ന് നമ്മളൊന്ന് പരിചയപ്പെടണം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, നമുക്ക് കണ്ടപ്പോഴേ പിടി കിട്ടി. 27:3. 3ൻ്റെ
ക്യൂബ് അല്ലേ 27 എന്ന് നമ്മുടെ മനസ്സിൽ ഓടി വന്നു. ഓക്കെ, ശരിയാണ്. അങ്ങനെയെങ്കിൽ 873 ഇതിൻ്റെ ഏതായിരിക്കും? 873 നമ്മൾ ക്യൂബ് എവിടെയെങ്കിലും പഠിച്ചായിരുന്നോ? 343 നമ്മൾ പഠിച്ചു, അത് 7ൻ്റെ ക്യൂബാണെന്ന് നമ്മൾ പറഞ്ഞു. 8ൻ്റെ ക്യൂബ് നമ്മൾ പഠിച്ചു, എത്രയാ? അത് 512 പഠിച്ചു. 512 8ൻ്റെ ക്യൂബ്. 9ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പം അതെത്ര വരും? 729. അതായത് 873 ക്യൂബ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതല്ല, ആ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുമല്ല. അപ്പോൾ അത് തെറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കണേ, ഇത് 27 ഇത് 3. അപ്പോൾ 27 3 ആകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 27നെ 9 കൊണ്ടൊന്ന് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 27. അതായത് 9 പാർട്ടാണ് 27ൻ്റെ 9 പാർട്ടാണ് 3. അപ്പോൾ അത് നോക്കാം, ശരിയാണോ എന്ന് നോക്കാം. 873നെ നമുക്ക് 9 കൊണ്ടൊന്ന് ഹരിക്കണം. 9 81. ചുമ്മാ നമ്മൾ ഹരിച്ച് നോക്കണമെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ല, ഇതാണോ എന്നും അറിയത്തില്ല. അപ്പോൾ 81 മിച്ചം എത്രയുണ്ട്? 63 ഉണ്ട്. 97 63. നോക്കി, 97 നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 97 ഓപ്ഷൻ ബി ആയിരിക്കും. അതായത് ഈ കേസിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? ഫസ്റ്റ് ടൈമിനെ 9 കൊണ്ട് ഹരിക്കുക. ഫസ്റ്റ് ടൈമിനെ നമ്മൾ ആദ്യ പദത്തെ 9 കൊണ്ട് ഹരിക്കുമ്പോഴായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അതുപോലെ രണ്ടാമത്തെ കേസിൽ ആദ്യ പദത്തിനെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 97 ലഭിക്കും. ഓക്കെ അല്ലേ? പക്ഷെ ഇതുകൊണ്ടോ, ഇവിടെ 2 കേസിലും 7 എന്ന് പറഞ്ഞ സംഖ്യയുണ്ട്. അപ്പം നമുക്ക് അതോടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് കാരണമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ 97. 9 കൊണ്ട് ഫസ്റ്റ് ടൈമിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 12 20 മാറി. അങ്ങനെയെങ്കിൽ 12 20 മാറി. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ, ഞാൻ പറഞ്ഞു നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻസറായിട്ട് വരാൻ സാധിക്കുന്നത്? 12 6 × 2 12 വരാം. 6 × 3 18 വരാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. 6 × 2 12 വരാം. 5 × 4 20 വരാം. ഇനി അതല്ല, 4 × 3 12 വരാം. 5 × 4 20 വരാം. എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കി. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. I3 15. ഇവിടെ ഒരു സംഖ്യയുടെ വ്യത്യാസമേ ഉള്ളൂ. I3 15 എന്ന് പറയുമ്പോൾ കൂടുതലാണ്. 4 × 4 അതും പറ്റുന്നില്ല. 9 27 അതും പറ്റുന്നില്ല. 10 × 3 ആ ഗ്യാപ്പ് ഡിഫറൻസ് 1 അത് കിട്ടുന്നില്ല. അപ്പോൾ അതല്ല ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ചുമ്മാതെ ഒന്ന് നോക്കിക്കേ. 3 സ്ക്വയർ എത്രയാണെന്ന് നമുക്കറിയാം? 9. അതിൻ്റെ കൂടെ 9 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 12 കിട്ടും. ഇവിടെ 20. അപ്പം നമുക്ക് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ 20 കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേണിലേക്ക് നമ്മൾ കിട്ടി. 3 സ്ക്വയറിൻ്റെ കൂടെ 3 കൂട്ടുമ്പം 12 കിട്ടും. 4 സ്ക്വയറിൻ്റെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ഏകദേശം റെഡിയായി. ഇനി ഇത് ഓപ്ഷനകത്തും കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണ്ടേ. 27 സ്ക്വയർ ഏതാ? 25ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 2 കൂട്ടിയാലുള്ള 27 വരുള്ളൂ. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇത് നടക്കത്തില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടണ്ടേ? നോക്കി, ഇവിടെ നമ്മൾ കൂട്ടി കഴിയുമ്പോൾ ആൻസർ വന്നേ 15. 15 എന്ന് പറയുമ്പം 15 4ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടി. അപ്പോൾ അത് നടക്കത്തില്ല. 37 എന്ന് പറയുമ്പോൾ 6ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 വേണമെങ്കിൽ കൂട്ടാം. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പം 5 സ്ക്വയർ + 5. അതായത് നമ്മളിത് മുന്നോട്ടാണ് പോകുന്നത്, പുറകോട്ടേക്കല്ല വന്നുകൊണ്ടിരിക്കുന്നത്. 5 സ്ക്വയർ + 5 എന്ന് പറയുന്നത് 5 സ്ക്വയർ + 5 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 25 + 5 അത് 30 കിട്ടും. ഇനി അടുത്ത കേസ് നോക്കി. 6ൻ്റെ സ്ക്വയർ + 6 6 6 36. 36ൻ്റെ കൂടെ 6 കൂട്ടുമ്പം നമുക്ക് എത്ര വരും? 42 കിട്ടും. 6 6 36 2 42 കിട്ടും. ഇവിടെ എടുത്താലത്തെ ഒരു കുഴപ്പം എന്നാന്ന് നോക്കിയേ. 15 37ൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 15 എന്ന് പറയുമ്പോൾ സ്ക്വയർ ഒന്ന് കുറഞ്ഞു, മറ്റേതൊന്ന് കൂടി. അങ്ങനെ ഒരു സ്കീം ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ രണ്ടിടത്തും പ്ലസ് അല്ലെങ്കിൽ രണ്ടിടത്തും മൈനസ്. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നോക്കി 27. 5ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 27. 48 കിട്ടണമെങ്കിൽ 1 കുറയ്ക്കണം. അപ്പോൾ ഈ കേസും വാല്യൂബിൾ അല്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഡി 30:40
42 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 30:42. അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. x:11 അങ്ങനെയെങ്കിൽ x²:ഡാഷ്. നമുക്ക് സിമ്പിളായിട്ട് കിട്ടാം. ഇത് ഒരുപാടൊന്നും നമുക്ക് കാട് കയറി പോകേണ്ട കാര്യമില്ല. എക്സ് 11 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത്. എക്സിൻ്റെ സ്ക്വയർ. അപ്പം 11ൻ്റെ സ്ക്വയർ 121. എക്സ് സ്ക്വയറായിട്ട് മാറി. അപ്പോൾ 11ൻ്റെ സ്ക്വയറായിട്ട് മാറി 121 മാറി. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലാത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ. 9 × 2 9 × 9. അങ്ങനെയെങ്കിൽ 9:5 എത്ര? ഓപ്ഷനും ഇൻഡുവിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചിരിക്കുന്നു. 9 × 2 18 നമുക്കറിയാം. 9 × 9 81 നമുക്കറിയാം. നമ്മളൊരു പുതിയൊരു വഴിയിലേക്ക് പോകട്ടോ. അപ്പോൾ 9 × 2 18, 9 × 9 81, 9 × 5 45. ഇത് 18, ഇത് 81. അപ്പോൾ ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. 9ൻ്റെ സ്ക്വയർ 81 എടുക്കാവോ? ഇനി 9 × 9 നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 9:5 അങ്ങനെ നമുക്ക് എടുത്താൽ അത് കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ പുതിയൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നോക്കിയേ, ഇതിനെ തിരിച്ചിട്ടേക്കുന്നല്ലേ? നോക്കിയേ, 18 തിരിച്ചിട്ടേക്കുന്നല്ലേ 81 അല്ലേ? 18 തിരിച്ചിട്ടിരിക്കുന്നല്ലേ 81. അതായത് 9 × 2 എന്ന് പറയുന്നത് 18 നമുക്കറിയാം. 9 × 9 എന്ന് പറയുന്നത് 81 അറിയാം. അതായത് ഈ ഡിജിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയെന്ന് അർത്ഥം. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ സിമ്പിളായിട്ട് വരാം. 9 × 5 45. അപ്പോൾ ഈ ഡിജിറ്റ് തിരിച്ചെഴുതിയാൽ ഏതാണ് വരേണ്ടത്? 54 വരേണ്ടത്. 54 എന്ന് പറയുന്നത് ഇതിലെല്ലാ കേസിലും നോക്കി ഫസ്റ്റ് ടൈം എപ്പോഴും 9ലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് 9 വരണം. 9ൻ്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ 54 കിട്ടുന്നത്? 9×6 54 കിട്ടുന്ന ഓപ്ഷനകത്ത് ബി. 9 × 6 ആയിരിക്കും 54. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 9×6 54. ഓക്കെ ആണോ? അത് കിട്ടിയോ? 9×6 54. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. 25:625 35. അങ്ങനെയെങ്കിൽ അടുത്ത ഡാഷ് ഇട്ടിരിക്കുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. 25ൻ്റെ സ്ക്വയർ ആണോ? നമുക്ക് നോക്കാം. 25 × 25 എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വരണമെങ്കിൽ നമ്മൾ 25 × 25 നമ്മൾ ചെയ്ത് വരുമ്പോൾ 5 5 25 സിസ്റ്റം 2 10 2 10 10 10 20 22 2 2 2 4 4 6 625 വരും. ഇനി നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഒരു എളുപ്പത്തിലേക്ക് മാത്സിനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, അതായത് 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗവും കൂടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ട് പോവുകയാണ്. റീസണിങ്ങിലും ആവശ്യം വരും. അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ഇത് 5 ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയാണ് നമ്മൾ പഠിച്ചു? 25. 15ൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചായിരുന്നു 225. അങ്ങനെയെങ്കിൽ 25ൻ്റെ സ്ക്വയർ ഇപ്പം നമ്മൾ പഠിച്ചു, അത് 625 പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് നമുക്കൊരു കാര്യം കാണാനായിട്ട് പറ്റും. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാന ഡിജിറ്റ് എന്ന് പറയുന്നത് 25 അവസാനിക്കുകയുള്ളൂ. ശരിയല്ലേ? നോക്കിയേ, 25 25 25 എല്ലായിടത്തും അവസാനിക്കുന്നു. അതായത് ഈ ഫസ്റ്റ് സംഖ്യയിൽ മാത്രമല്ലേ ഒരു വ്യത്യാസം കാണുന്നുള്ളൂ. നമുക്ക് 35ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം 5ൽ അവസാനിച്ച കാരണം അവസാനത്തെ സംഖ്യ 25 നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മളൊന്ന് നോക്കണേ, ഒരു മിനിറ്റ് നോക്കണേ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, 15. അപ്പോൾ 5ൻ്റെ കേസ് നമ്മളിവിടെ തീർന്നു. മിച്ചമുള്ള സംഖ്യ 1 ആണ്. 1 ഇവിടെ 2 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 1ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 1 × 2 ചെയ്തപ്പോഴാണ് നമുക്കിവിടെ 225 കിട്ടിയത്. ഇനി ഇവിടെ 25. അപ്പോൾ 2 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ? 1 കഴിഞ്ഞ അടുത്ത സംഖ്യ 2. അവയുടെ ഗുണനഫലമാണ് ഈ 2. 25നകത്ത് 5ൻ്റെ സ്ക്വയർ 25 എഴുതി വെച്ചു. 2 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ ഏതാ? 3. 3 × 2 എത്രയാ? 6. 625. അപ്പം 35ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. 3 കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏതാ? 4. 4 × 3 4 3 12 1725. ഇനി നിങ്ങൾക്ക് പേന വേണ്ട, പേപ്പർ വേണ്ട, അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എടുക്കത്തില്ല. നിങ്ങളോട് ഞാൻ അടുത്തൊരു സ്ക്വയർ ചോദിക്കുന്നു, 45ൻ്റെ സ്ക്വയർ. അവസാനം ഈ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എപ്പോഴും എത്രയിലായിരിക്കും? 25ൽ അവസാനിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. 4 കഴിഞ്ഞ് അടുത്ത സംഖ്യ ആരാ? 4 കഴിഞ്ഞ അടുത്ത സംഖ്യ 5 ആണ്. 5 × 4 5 × 4 20. 20 25 ആയിരിക്കും.
45-ൻ്റെ സ്ക്വയർ. അവസാനമായിട്ട് നമ്മൾ പറയുന്നു, നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നു 65-ൻ്റെ സ്ക്വയർ. അവസാന സംഖ്യ എത്രയായിരിക്കും? 25-ൽ അവസാനിക്കും. 6 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ? 7. 6 7 42. പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല. 5-ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞത്. അപ്പോൾ 25-ൻ്റെ സ്ക്വയർ നമുക്കറിയാം 625ആണ്. 25-ൻ്റെ സ്ക്വയർ 625ആണ്. അങ്ങനെയെങ്കിൽ 35-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവുക. അപ്പം ഇത് ചിലപ്പം 35-ൻ്റെ സ്ക്വയർ ആയിരിക്കും. 35-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 12 25. 12 25. രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി നമ്മൾ ഓപ്ഷൻ നോക്കുമ്പം ഓപ്ഷനകത്ത് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, ഈ 25 അതിൻ്റെ അവസാനം 25 തന്നെ കിടപ്പുണ്ട്. 35 ആ 35 തന്നെ ദേ ഈ ഓപ്ഷനകത്ത് കിടപ്പുണ്ടോ? ദേ 6 ചുമ്മാതെ നമ്മളെ പറ്റിക്കാൻ എഴുതിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആൻസർ 635ആണ്. അല്ലാതെ അവിടെ സ്ക്വയറും ഇല്ല, ക്യൂബും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ സമയം എത്ര സമയം ഇവിടെ നമ്മൾ കളയേണ്ടി വന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമയം കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ദേവി ഇത് നമ്മൾ ഇതുപോലെയുള്ള കുറേ മോഡലുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇതിനകത്ത് ഒരു നല്ലൊരു സ്പീഡ് ആവത്തുള്ളൂ. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം, മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കിതും കൊണ്ട് അർത്ഥം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണോ 25 25 അത് അതുപോലെ തന്നെ എഴുതി 6 അത് വെറുതെ ഒന്ന് എഴുതി നമ്മളെ പറ്റിച്ചെന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇതിനകത്ത് ഈ സ്ക്വയർ ആയിരുന്നെങ്കിൽ 1225 ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ നമുക്കത് വാല്യൂ ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ 1205 ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് മാറാൻ പോവുകയാണ്. 8 28. 8 28ആയി. അങ്ങനെയെങ്കിൽ 27 എന്താകണം? ഈ മോഡൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പാറ്റേൺ രണ്ടാമത്തേനകത്തേക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ പാറ്റേൺ പിടികിട്ടിയാൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 8 × 3. 3 ആകുമ്പോൾ 24ആയി. 3 8 24ആയി. അപ്പോൾ 28 കിട്ടണമെങ്കിൽ 4 കൂടെ ആഡ് ചെയ്താലല്ലേ ഉള്ളൂ നമുക്ക് 28 കിട്ടത്തുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം, ശരിയാണോ എന്നറിയത്തില്ല. അപ്പോൾ 8 × 3 24 + 4 28 കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം 27-ൻ്റെ കേസിൽ ശരിയാകുമെന്ന്. 27 × 3. 27 × 3 ചെയ്യാൻ പോകുന്നില്ല. ലാസ്റ്റ് ഡേറ്റ് ഇത് 8 ആകിയാലും നമുക്കറിയാലോ 27-ൻ്റെ കൂടെ 8 ആകാൻ മാർഗ്ഗമില്ല. കാരണം ഇവിടുത്തെ ഫസ്റ്റ് ടൈമിനേക്കാളും വലിയ സംഖ്യയാണ് 28. അപ്പോൾ എന്നാണേലും 27-നേക്കാൾ വലിയൊരു സംഖ്യയല്ലേ വരാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ 27-ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഒരു 7 3 21 1-ൽ അവസാനിക്കും. +4 കൂടെ കൂട്ടുമ്പം 5-ലേ അത് അവസാനിക്കത്തുള്ളൂ. 5-ൽ അവസാനിക്കുന്ന ഏതെങ്കിലും സംഖ്യ കൂടെ ഉണ്ടോ? 85. ഇനി സംശയം വേണ്ട, നമ്മൾ 27-നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 3-ൻ്റെ ക്യൂബ് എന്നല്ലേ അർത്ഥം? നോക്കിക്കേ, ശരിയാണോ നോക്കിയേ. 3 × 3 × 3 എന്ന് പറയുന്നല്ലേ 3 ക്യൂബ് അല്ലേ? അതാണ് 27 എന്ന് പറയുന്നത്. അതിനെ ഒരു 3 കൊണ്ട് കൂടെ ഗുണിക്കുക എന്നല്ലേ അർത്ഥം അല്ലേ? അതായത് ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. 3⁴ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 81 ആയിരിക്കും. ഓർത്ത് വെച്ചോണം, നമ്മൾ പറയുന്ന പോയിന്റുകൾ വിട്ടുപോകരുത്. നിങ്ങൾക്ക് ഒരുപാട് കേസിൽ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ 3⁴ എന്ന് പറയുന്നത് 81. 3 ക്യൂബ് എന്ന് പറയുന്നത് 27ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 81-ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ നമുക്ക് 85 ആൻസറായിട്ട് വരാം. അപ്പോൾ 27 × 3 +4 ആയിരിക്കും 85. ഓപ്ഷനകത്ത് എ കിടപ്പുണ്ട്. ആൻസർ 85 നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. 76 42 66 അങ്ങനെയെങ്കിൽ 76-ൻ്റെ പകുതിയാണോ 42? അല്ല, 76-ൻ്റെ പകുതി ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു, പറ്റുമായിരുന്നു. നടക്കുന്നില്ല. 42 കിട്ടണമെങ്കിൽ നമുക്കൊരു മാർഗ്ഗമുണ്ട്. വേണമെങ്കിൽ നമുക്ക് 6 × 7 എന്ന് പറയുന്ന 42-ലേക്ക് എത്താം. ശരിയാകുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടാമത്തേനകത്ത് നോക്കി 66 ഡിജിറ്റ് നോക്കി 6 × 6 നോക്കി 36. ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷൻ സി 36. നമ്മൾ ഇത്ര ഇതുള്ളൂ. പിന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. 76 എന്നൊക്കെ പറഞ്ഞ് തന്നപ്പോൾ നമ്മൾ ഓർത്തു ഏതാണ്ട് വലിയ സംഖ്യയാണ്, അതിൻ്റെ പകുതി അടുത്തെന്നൊക്കെ നമ്മൾ വിചാരിച്ചു.
ഇവിടെ അത്ര ഒന്നും ചെയ്തില്ല. ഈ ഡിജിറ്റുകളുടെ ഗുണനഫലമാണ് നമ്മളോട് തൊട്ടടുത്ത് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 6 7 42, 6 66 എന്ന് പറയുമ്പോൾ 6 × 6 6 36 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? സിമ്പിളായിരുന്നു. നമുക്ക് ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊരു മറ്റൊരു ടൈപ്പായിരുന്നു. ഈ ഇത്രയും ടൈപ്പ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു മോഡലിലേക്ക് നമുക്ക് പോകാം. ഇതൊരു വേറൊരു ടൈപ്പ് മോഡലാണ്. 3222 7666 ആണെങ്കിൽ 3323 ഏതായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. സുഹൃത്തെ, ഇവിടുത്തെ നമ്മുടെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് നോക്കിക്കേ, 3 7 മാറി. നോക്കിയേ, ഈ 2 റിപ്പീറ്റ് അല്ല. നോക്കിയേ, 2ൻ്റെ വാല്യൂ 6 എന്നല്ലേ അർത്ഥം. അങ്ങനെയെങ്കിൽ 2ൻ്റെ സ്ഥാനത്തെല്ലാം 6ഉം 2ൻ്റെ സ്ഥാനത്തെല്ലാം 6ഉം 3ൻ്റെ സ്ഥാനത്തെല്ലാം 7ഉമായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 77 67 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിളായിരുന്നു. നമ്മൾ ആനുകൂല കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ വേറെ ഒന്നും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും കാര്യമില്ല. നമ്മളത് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യും. ഇതുപോലെ 2-3 ടൈപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോഴും നമുക്കറിയാം എന്നതായിരിക്കും എന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16 48 13 39 22 66 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെയാണെങ്കിൽ 1 അതുപോലെയുണ്ട്, 6 3 4 3. അപ്പോൾ അതല്ല, ആ കൺസെപ്റ്റ് അല്ല. ഇതേ നോക്കിക്കേ, ഈ 2 സംഖ്യയും കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 16 48, അതായത് 16ൻ്റെ 3ാമത്തെ ഇരട്ടിയാണ് 48. അപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പറ്റിച്ച് നോക്കി. രണ്ടാമത്തെ കേസ് നോക്കി, 13 × 3 ഞാൻ നോക്കി, അത് 39 കിട്ടി. അപ്പോൾ ഏകദേശം ശരിയാണെന്ന് നമുക്ക് ഉറപ്പായി. അങ്ങനെയെങ്കിൽ അടുത്ത സെക്ഷൻ നോക്കി, 22 × 3 നോക്കി, അത് 66. അങ്ങനെയെങ്കിൽ ഇൻറ്റു ഫസ്റ്റ് സംഖ്യയുടെ 3 ഇരട്ടി ഏതാണെന്ന് നോക്കിയാൽ പോരെ. അവസാനത്തെ 2 സംഖ്യ നോക്കി, ഈ ഓപ്ഷൻ എ എടുത്തു. 12ൻ്റെ 3ാമത്തെ ഇരട്ടി 36 അല്ലേ? 12 3 36. പക്ഷേ ഇവിടെ 34 നടക്കുമോ? അപ്പോൾ അത് തെറ്റിപ്പോയി. ഓപ്ഷനെ നമുക്ക് വെട്ടിക്കളയാം. 23 23 33. 21ൻ്റെ 3 ഇരട്ടി പോലും അല്ല 33. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി 15 51. 15ൻ്റെ 3ാമത്തെ മൾട്ടിപ്പിളാണ് 51. അല്ല, 15 3 45. അപ്പോൾ ഇത് കേസ് നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി എ വരാൻ ചാൻസ് ഉള്ളൂ. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. 14ൻ്റെ 3ാമത്തെ മൾട്ടിപ്പിൾ എത്രയാണ്? 14 3 42. 14 3 42. സംശയമുണ്ട്. 4 3 12 1 1 3 3 1 4 42. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 14ൻ്റെ 3ാമത്തെ ഇരട്ടി 42. അപ്പം 14 42 ആയിരിക്കും നമ്മുടെ ആൻസർ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് കണക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാകണമെങ്കിൽ നിങ്ങൾ ഗുണന പട്ടിക ഒരു 20 വരെ പഠിച്ചു വെക്കുക. കണക്കിൻ്റെ കാൽക്കുലേഷനിലെ ടൈം കൺസ്യൂമിങ് ഒരുപാട് കുറയും. ഇന്ന് പഠിച്ചു വെക്കണം. 20 വരെയുള്ള ടേബിൾ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനല്ല പറയുന്നത്, 1 by 1 ആയിട്ട് പഠിക്കുക. ദയവ് ചെയ്ത് 16 തൊട്ട് നിങ്ങൾ 5 വരെയെങ്കിലും, 16 × 5 വരെ, 17 × 5 വരെ, 18 × 5 വരെ, 19 × 5 വരെയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ 2 മോഡൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 123 × 13 235 ഡാഷ്. ഇനി അതിലും രസം ഓപ്ഷനാണ്. 13 സ്ക്വയർ നമ്മൾ പഠിച്ചത് എത്രയായിരുന്നു? 13 സ്ക്വയർ 169 എന്നാണ് പഠിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ 123 വന്നത്? അപ്പോൾ സാറ് പറഞ്ഞത് തെറ്റാണോ? അല്ല, ഇവരെന്തോ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് അല്ലെന്ന് മാത്രം ഇത്. അപ്പോൾ ഓപ്ഷൻ കൂടെ നോക്കിയേ, 23 സ്ക്വയർ 25 ക്യൂബ്, 35 സ്ക്വയർ 25 സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കി, 13 സ്ക്വയറാണ് 169, അതല്ല. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ 13 സ്ക്വയർ. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഈ 123 ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ നടുക്കത്തെ 2 ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റി 13 കിട്ടിയില്ലേ? ഈ 2 എൻ്റെ പവറായിട്ട് എഴുതി 13 സ്ക്വയർ. ശരിയാവുമോ? നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ്, നടുക്കത്തെ സംഖ്യയാണ് നമ്മൾ മാറ്റിയത്. അപ്പോൾ 235 നടുക്കത്തെ സംഖ്യ 3 മാറ്റി 25 കിട്ടി. അതിനെ പവറായിട്ട് എഴുതി 25 ക്യൂബ്. ഓപ്ഷനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ബി 25 ക്യൂബ്. ഓപ്ഷൻ ബി 25 ക്യൂബ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ?
അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലും കൂടെ നമ്മൾ ഈ ശ്രേണി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ അത്യാവശ്യം എല്ലാ പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, സ്ക്വയർ ക്യൂബ് പഠിക്കണം, അതിന് നമുക്കൊരു വിട്ടുവീഴ്ചയില്ല. അതോടൊപ്പം തന്നെ പ്രൈം നമ്പർ ഏതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കണം, അത് നിങ്ങൾ മറക്കരുത്. ഇങ്ങനെയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ശ്രേണികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ചെറിയ ഇൻക്രീസോ ഉള്ളോ അതോ ചെറിയ ഡിക്രീസോ ഉള്ളെങ്കിൽ പ്ലസും മൈനസോ ആണെന്ന് വിചാരിച്ചേക്കുക. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ വലിയ സംഖ്യയിലേക്ക് പോകുന്നെങ്കിൽ അവിടെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്തെങ്കിലും കാണും. അത് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രം മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 10 മാർക്ക് കിട്ടുന്ന ഒരു സെക്ഷനിൽ നമുക്ക് 1 മാർക്ക് നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് സ്കോർ ചെയ്യും കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ മോഡലുകളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.